കോഴിക്കോട് പോയിട്ട് കടൽ കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ? ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും സൂര്യഭഗവാനൊക്കെ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടാ. രാത്രി കടൽ കാണാൻ നല്ല ഭംഗിയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ ഈ കടലിൽ കുറച്ച് നേരം ഒന്ന് ഇറങ്ങിയൊക്കെ നിന്നു കേട്ടോ. അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ചിത്രയ്ക്ക് ഒരു ഡൗട്ട്. അവിടെ അക്കരെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ കുറേ തെളിഞ്ഞിങ്ങനെ കാണുന്നത് അക്കരെയല്ല, ആ കാണുന്നത് അക്കരെയാണോ എന്ന് അവൾക്കൊരു ഡൗട്ട്. ഞാൻ പറഞ്ഞു ഇല്ലടി, കടലിനക്കരയൊന്നുമില്ല, കടലിനക്കരെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ ഡൗട്ട് കേട്ട് എനിക്കും ഡൗട്ടായിട്ടാ. ഈശ്വര, ഇനി എങ്ങാനും അക്കരെ എങ്ങാനും ആയിരിക്കുമോ? ആയിരിക്കില്ല. എന്തായാലും രാത്രിയാണെങ്കിലും പൂരപ്പറമ്പിൽ പോലെ ആളായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിറയെ ഉപ്പിലിട്ടതും വറുത്തതും പൊരിച്ചതായ കടകൾ ഇങ്ങനെ മുട്ടി മുട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായതുകൊണ്ട് ഉപ്പിലിട്ടത് ഒന്നും കഴിക്കാനൊന്നുമില്ല. ഒന്നും കഴിച്ചില്ല കേട്ടോ. ഉപ്പിലിട്ടത് മാത്രമല്ല, വറുത്തതും പൊരിച്ചതും ഒന്നും അവിടെ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ. നേരെ കുറച്ച് നേരം അവിടെ നടന്നു വെച്ച് ഞങ്ങൾ പോന്നു. ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഈ കോഴിക്കോട് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഓട്ടോറിക്ഷക്കാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഒത്തിരി ഓട്ടോറിക്ഷ ഉണ്ട് അവിടെ, നോക്കുന്നിടത്തൊക്കെ ഓട്ടോറിക്ഷയാണ്. പക്ഷെ ആരും കൈ കാണിച്ചാൽ നിർത്തില്ല. ഒരു 5-10 ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചാലാണ് ഒരാൾ നിർത്തുന്നത്. അത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാനാഞ്ചിറയിൽ നിന്ന് ബീച്ച് വരെ പോയപ്പോൾ വാങ്ങിച്ചത് 90ഉം തിരിച്ച് ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് മാനാഞ്ചിറ വരെയും പോയപ്പോൾ വാങ്ങിച്ചത് 40ഉമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ആ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ക്യൂ നിൽക്കണം ഓട്ടോറിക്ഷയ്ക്ക്. ഓട്ടോറിക്ഷകൾ ഇങ്ങനെ വന്ന് ക്യൂ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ബീച്ച് വിശേഷം. ഓക്കെ, ടാറ്റാ, ബൈ.